ചുഴലിക്കാറ്റ് എന്ന വിശ്വാസ പഠന ശിബിരത്തിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വിഷയ അവതരണം നടത്തുന്നതിനും പ്രൗഢഗംഭീരമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനും സംശയ നിവാരണം നടത്തുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ളാനിയച്ചനാണ്. പാമ്പ്ളാനിയച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിശ്വാസത്തെ കൂടുതൽ അനുഭവിക്കുവാനും അറിയുവാനും സംശയ നിവാരണം നടത്തുവാനും സ്നേഹിക്കുവാനും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ആലക്കോട് ഫൊറോനയിലെ KCYM പ്രവർത്തകരാണ്. നിങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെ പഠനവിധേയമാക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ പുസ്തകം നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കത്തോലിക്ക വിശ്വാസികൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത്രയും വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം പൂർണ്ണമായും പഠിച്ച് ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കത്തോലിക്ക വിശ്വാസം അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കി എന്ന് തന്നെ. ഇതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇതിൻ്റെ ആദ്യ അധ്യായം നമ്മൾ വിശകലനം ചെയ്യുകയുണ്ടായി. ഇന്നിപ്പോൾ നാം പഠിക്കുന്നത് ഈ ദൈവിക വെളിപാട് എപ്രകാരമാണ് ലിഖിത രൂപത്തിലേക്കാകുക എന്നുള്ള സത്യത്തെക്കുറിച്ചാണ്. ദൈവിക വെളിപാട് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ 3 വെളിപാടുകളാണ് ഉള്ളത് എന്ന് നാം തിരിച്ചറിയുക. ഒന്ന്, ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ അതൊരു വലിയ വെളിപാടായിരുന്നു, അല്ലേ? സൃഷ്ടിയിലൂടെ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി, തൻ്റെ കാരുണ്യവും കരുതലും ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. വാസ്തവത്തിൽ സൃഷ്ടിയില്ലായിരുന്നെങ്കിൽ വെളിപാടിൻ്റെ തന്നെ ആവശ്യമില്ലായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ശേഷിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ അഭിജിത്തെ? ദൈവം. യെസ്, സൃഷ്ടിക്ക് മുമ്പുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ വെളിപാടിൻ്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ വെളിപാട് തന്നെ ആവശ്യമായി വന്നത് എപ്പോഴാണ്? സൃഷ്ടിയിലൂടെയാണ് വെളിപാട് തന്നെ ആവശ്യമായി വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒന്നാം ഘട്ടം ഏതാണ്? സൃഷ്ടി. ആ സൃഷ്ടി നടത്തിയപ്പോൾ ദൈവം തുടർന്ന് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ആദിമാതാപിതാക്കളോട് ദൈവം നേരിട്ട് സംസാരിച്ചു. അവർ പാപം ചെയ്ത് വഴിതെറ്റിയപ്പോൾ ദൈവം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാകര പദ്ധതി അതിലൂടെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നുണ്ട്. ദൈവം ഒരു ജനത്തെ ഒരുക്കി, ഉടമ്പടിയിലൂടെ സംസാരമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ വെളിപാട് അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത് എപ്പോഴായിരിക്കും? ഈശോമിശിഹായുടെ വരവോടുകൂടി. വെളിപാടിൻ്റെ ഏറ്റവും സുപ്രധാനമായ തലം എന്ന് പറയുന്നത് രക്ഷകനായ ഈശോയുടെ വരവാണ്. അതാണ് വെളിപാടിൻ്റെ പൂർണ്ണത എന്ന്. പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാം ആളായ പരിശുദ്ധാത്മാവായ ദൈവം അവിടുന്നും തുടർന്ന് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ ആഴമേറിയ അർത്ഥങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നോക്കുക, വെളിപാട് ഒരു ത്രിത്വാത്മക പ്രവൃത്തിയാണ്. പരിശുദ്ധ ത്രിത്വമാണ് വെളിപ്പെടുത്തിയത്, അല്ലേ? പിതാവായ ദൈവം സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തി, പുത്രനായ ദൈവം തൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ തന്നെ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവായ ദൈവം പരിത്രാണത്തിലൂടെ, അതായത് പരിപാലനയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ വെളിപാട് എന്ന് പറയുമ്പോൾ അതാരുടെ പ്രവൃത്തിയാണ്? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തി. അതാണ് ഈ ഗ്രന്ഥം തരുന്ന ഈ 2-ാം അധ്യായത്തിലെ 1-ാമത്തെ പ്രധാന ആശയം. വെളിപാട് സൃഷ്ടിയിലൂടെ, ക്രിസ്തു സംഭവത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ.
പരിശുദ്ധാത്മാവിലൂടെ എന്ന് പറയുമ്പോൾ തിരുസഭയുടെ സ്ഥാപനം, തിരുസഭയിലൂടെ തുടരുന്ന പരിശുദ്ധാത്മ പ്രവൃത്തികൾ എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അതേക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷേ വെളിപാടിൻ്റെ 3 തലങ്ങൾ ഏതൊക്കെയാണ്? പിതാവ്, അതെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആത്യന്തികമായി ദൈവീക വെളിപാട് നൽകപ്പെടുന്നത്. ശരി, ഈ ദൈവീക വെളിപാട് ദൈവം സൃഷ്ടി നടത്തിയതിലൂടെ ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഈ സൃഷ്ടി നടത്തിയ ദൈവത്തിൻ്റെ പദ്ധതി ഇടയ്ക്ക് മനുഷ്യൻ തെറ്റിച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ പാപം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. പലപ്പോഴും യുവജനങ്ങളായ നിങ്ങൾക്ക് സംശയം തോന്നും, ദൈവത്തിന് ഇതെല്ലാം അറിയാൻ മേലെ. ദൈവത്തിന് നിയന്ത്രണമില്ലാത്ത, ദൈവത്തിന് അറിയാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഏതായിരിക്കും? പാപം. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തകിടം മറിഞ്ഞു. തകിടം മറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവം വെളിപാട് നിർത്തിയില്ല. ദൈവം തൻ്റെ വെളിപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചില്ല. മറിച്ച് ദൈവം വ്യത്യസ്തമായി വെളിപ്പെടുത്താൻ തുടങ്ങി. പാപം ചെയ്ത മനുഷ്യന് ദൈവം തുടർന്ന് രക്ഷ വാഗ്ദാനം ചെയ്തു. അവിടുന്ന് മനുഷ്യകുലത്തോട് തുടർന്ന് സംസാരിക്കുന്നത് ഉടമ്പടികളിലൂടെയാണ്. ഉടമ്പടികൾ. ആ ഉടമ്പടികളിൽ ഒന്നാമത്തെ ഉടമ്പടി ഏതാണ്? നോഹയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി നടത്തുന്നു. കഥ നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി ഗ്രന്ഥം 6 മുതൽ 9 വരെ അധ്യായങ്ങൾ അല്ലേ? ഏതായിരിക്കും അവിടെ വിവരിക്കുന്ന വലിയൊരു വിവരണമുണ്ട്. ഏതാണ്? ജലപ്രളയത്തിൻ്റെ കഥ അല്ലേ? വായിച്ചിട്ടില്ലേ? നോഹയുടെ കാലത്ത് വലിയ ജലപ്രളയമുണ്ട്. ഈ ജലപ്രളയത്തിൻ്റെ കഥയിൽ അവസാനം ദൈവം നോഹയുമായി ഒരു ഉടമ്പടി നടത്തുന്നു. ആ ഉടമ്പടി ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ആ ഉടമ്പടിയുടെ ഉള്ളടക്കം എന്തായിരുന്നു? ആകാശത്ത് ദൈവം എന്തോ ഒരു ചിഹ്നം കാണിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും കാണിച്ചേ? മഴവില്ല് ദൈവം കാണിച്ചു അല്ലേ? മഴവില്ല് കാണിച്ചുകൊണ്ട് ദൈവം ഒരു വലിയ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. എന്താണ്? ഇനിമേൽ ഞാൻ മനുഷ്യകുലത്തെ നശിപ്പിക്കുക. അതൊരു വലിയ ഉടമ്പടിയാണ്. നോക്കുക, ഈ നോഹയുമായിട്ടുള്ള ഉടമ്പടി ഒരാളോടുള്ള ഉടമ്പടിയല്ല, അത് മനുഷ്യകുലത്തോട് മുഴുവനുമുള്ള ഉടമ്പടി. സൃഷ്ടി ഏതെങ്കിലും മതക്കാരെയാണോ ദൈവം സൃഷ്ടിച്ചത്, അതോ മനുഷ്യകുലത്തെ മുഴുവനുമാണ് സൃഷ്ടിച്ചത്? മനുഷ്യരെ മുഴുവനാണ് സൃഷ്ടിച്ചത്. ബൈബിളിലെ വിശിഷ്യ പഴയ നിയമത്തിലെ ഏറ്റവും സുന്ദരമായ വാചകം ഏത് എന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സൃഷ്ടിച്ചത് ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചു എന്നല്ല പറയും. ദൈവം യഹൂദരെ സൃഷ്ടിച്ചു എന്നും അല്ല ബൈബിൾ പറഞ്ഞത്. ആരെ സൃഷ്ടിച്ചു എന്നാണ്? മനുഷ്യനെ സൃഷ്ടിച്ചു. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എല്ലാ മനുഷ്യർക്കും സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ 1-ാം അധ്യായം തന്നെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും. ദൈവത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകര പദ്ധതിയെ തകിടം മറിച്ചത് ആരാ? മനുഷ്യൻ തന്നെ അല്ലേ? ആ മനുഷ്യൻ തകിടം മറിച്ച രക്ഷാകര പദ്ധതിയെ വീണ്ടും പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തുടർന്നുള്ള പദ്ധതി. അതിനുവേണ്ടി ദൈവം നടത്തുന്നതാണ് ഉടമ്പടികൾ എന്ന് പറഞ്ഞു. നോഹയുമായിട്ടുള്ള ഉടമ്പടിയിലും ഈ ഒരു സാർവത്രിക മാനം നമുക്ക് കാണാൻ പറ്റും. ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് ദൈവവും നോഹയുമാണ് എങ്കിലും ആ ഉടമ്പടിയുടെ പ്രായോജികർ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മനുഷ്യകുലം മുഴുവനും അല്ലേ? മനുഷ്യകുലം മുഴുവനുമാണ് ആ ഉടമ്പടിയുടെ പ്രയോജനം സിദ്ധിക്കുന്നവർ എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ഈ ഉടമ്പടി, നോഹയോട് ദൈവം ഒരു ഉടമ്പടി നടത്തി. തുടർന്നുള്ള ഉടമ്പടി അബ്രാഹത്തിലാണ്. അബ്രാഹത്തിലെത്തുമ്പോൾ മനുഷ്യകുലം മുഴുവനോടുമുള്ള ഉടമ്പടി തന്നെയാണ് എങ്കിലും അതൊരു തെരഞ്ഞെടുക്കപ്പെട്ട
സമൂഹത്തോട്, ഗോത്രത്തോടാണ് ചെയ്യുക. പക്ഷെ അപ്പോഴും ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നതും അനുഗ്രഹിക്കുന്നതും എന്തിനു വേണ്ടിയാ? അയാൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവം അബ്രാഹത്തോട് പറഞ്ഞ അടുത്ത വാചകമാണ് ശ്രദ്ധേയം. നിന്നിലൂടെ ഭൂമുഖത്തെ സകല ജനപദങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഓരോ വിശ്വാസിക്കും വേണ്ട അടിസ്ഥാന ബോധ്യം ഇതാണ്. നമുക്ക് ദൈവം, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട്, വെളിപാട്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ചു എന്ന് നാം വിചാരിക്കുന്നു. അത് സത്യവുമാണ് താൻ. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരെ അവഗണിച്ചും മറ്റുള്ളവരെ പുച്ഛിച്ചും ജീവിക്കണമെന്നല്ല. ദൈവം എന്തിനാണ് വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്? ആ വ്യക്തിയിലൂടെ ദൈവത്തിന് ഭൂമുഖത്തെ സകല മനുഷ്യരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് പകരം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള അഹന്തയോടെ ജീവിച്ചാൽ ഇസ്രായേലിനും ശിക്ഷ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പറ്റാവുന്ന ഒരു മാനുഷികമായ വശത്തു നിന്നുള്ള വീഴ്ച ഏതാണ്? ഉടമ്പടിയുടെ ഭാഗമായതുകൊണ്ട് ഇനിമേൽ ഞങ്ങൾ മറ്റെല്ലാവരെയും കാളും ശ്രേഷ്ഠ ജനതയാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയേല എന്നുള്ള അഹന്തയോടെ ഇസ്രായേൽ ജനം ജീവിച്ച കാലത്ത് അത്രയും അവർ പരാജയപ്പെട്ടു. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ഈ വെളിപാട് ഉടമ്പടിയിലൂടെയും തെരഞ്ഞെടുപ്പിലൂടെയുമാണ് ദൈവം മുമ്പോട്ട് കൊണ്ടുപോയത്. ദൈവം വെളിപ്പെടുത്തുന്നത് മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയാണ്. അത് മനുഷ്യൻ പരാജയപ്പെടുത്തിയപ്പോൾ ദൈവം വിശ്വസ്തരായ ഒരു ജനതയെ തെരഞ്ഞെടുത്തു, അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടിയും മനുഷ്യൻ ലംഘിച്ചു. അപ്പോൾ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം എന്ന നിലയിൽ ഈശോ മിശിഹായെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ ദൈവീക വെളിപാടിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ പ്രമേയം എന്ന് പറയും. അതുകൊണ്ട് ഇതിലെ പ്രധാന ആശയങ്ങൾ 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി, പരിശുദ്ധ ത്രിത്വം ആണ് വെളിപാടിൻ്റെ ഉറവിടവും വെളിപാടിൻ്റെ വഴികളും. പിതാവ് സൃഷ്ടിച്ചു, പുത്രൻ രക്ഷ നേടിത്തന്നു, പരിശുദ്ധാത്മാവ് പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. വെളിപാട് എന്ന് പറയുമ്പോൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വലിയ ത്രിത്വൈക രഹസ്യത്തെയാണ്. അല്ലാതെ വെളിപാടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഏതോ ഒരു അശരീരി ഒച്ചയെ പറഞ്ഞു, അത് കേട്ടു, അതിനെയാണ് നമ്മൾ പലപ്പോഴും വെളിപാട് എന്ന് വിചാരിക്കുക. ആകാശത്തു നിന്ന് ഒരു ഒച്ച കേട്ടു. ക്രിസ്തീയ വിശ്വാസത്തിൽ, അല്ലെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന വെളിപാട് അങ്ങനത്തെ ഒച്ചയും അശരീരിയൊന്നുമല്ല. ഇത് പരിശുദ്ധ ത്രിത്വം തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി തരുന്നതിനെയാണ് വെളിപാട് എന്ന് പറയുന്നത്. ഈ വെളിപാട് ദൈവം തിരഞ്ഞെടുപ്പിലൂടെയും ഉടമ്പടികളിലൂടെയും മുമ്പോട്ട് നയിക്കും. ഈ വെളിപാടിൻ്റെ പൂർണ്ണത എവിടെയാണ്? ഈശോയിലാണ്. ഈശോ നടത്തിയ വെളിപാട്. ഈശോ നടത്തിയ വെളിപാട് പൂർണ്ണതയുള്ള വെളിപാടാണ്. അതുകൊണ്ട് തന്നെ ആ വെളിപാടിനേക്കാളും വലിയൊരു വെളിപാട് ഇനി വരാൻ പോകുന്നു. ചില വിഭാഗങ്ങളും മതവിശ്വാസികളും അടക്കം പറയാറുണ്ട്, ഈശോയിലൂടെ കിട്ടിയ വെളിപാടിന് ശേഷം ശരിയായ വെളിപാട് ഞങ്ങളിലൂടെ വന്നു എന്ന്. ക്രൈസ്തവർ അത് അംഗീകരിക്കുന്നില്ല. അതൊരു മതവിദ്വേഷത്തിൻ്റെ ഫലമായിട്ടല്ല. കാരണം ദൈവം ചെയ്യുന്ന ഒരു കാര്യം അപൂർണമായി ചെയ്തു എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയത്. കാരണം എന്താണ്? ദൈവം ഏത് കാര്യം ചെയ്താലും അതെങ്ങനെ ചെയ്യുള്ളൂ? പൂർണ്ണതയിലേ ചെയ്യുള്ളൂ. വിശുദ്ധ ആൻസലമിൻ്റെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, ദൈവത്തെ നിർവചിക്കുന്നതാണ്, ഏതൊന്നിനേക്കാളും പൂർണ്ണമായി മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനാവാത്തതെന്തോ അതാണ് ദൈവം. അപ്പോൾ തത്വചിന്തയായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിക്കാണിയല്ല. അതിനേക്കാളും പൂർണ്ണമായി ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനാവാത്തതിൻ്റെ പേരാണ് എന്ത്? ദൈവം എന്ന് പറയും. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി ഈശോയിലൂടെ, ഈശോ തന്നെ ദൈവമായി അവിടുന്ന് വന്ന് വെളിപ്പെടുത്തിയതിനേക്കാളും വലിയൊരു വെളിപാട് ഇനി ലഭിക്കാനില്ല എന്നുള്ളത് ക്രിസ്തീയതയിലെ വിശ്വാസമാണ്. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടോ ഈശോ
പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് വിശ്വാസവിരുദ്ധമായിട്ട് തന്നെ സഭ കരുതുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നത് സഭാചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും പലരുടെയും പഠനങ്ങൾ തെറ്റാണ് എന്ന് സഭ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെയും കാരണം ഇതാണ്. എങ്കിലും ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വരും ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ വിശദമായി പഠിക്കുന്നതാണ്. സ്വകാര്യ വെളിപാടുകൾ എന്ന് പറയുന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കും. അതായത് ഈശോയിലൂടെ കിട്ടിയ വെളിപാട് അതിൻ്റെ പൂർണ്ണതയിൽ ഇനിയും മനസ്സിലായിട്ടില്ല. കാരണം ദൈവമായി അവിടുന്ന് വെളിപ്പെടുത്തിയത് മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ദൈവം പല കാലങ്ങളിൽ പല വ്യക്തികളിലൂടെ ദർശനങ്ങളിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഈശോ ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, വിശുദ്ധന്മാർ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള ചില അതിസ്വാഭാവിക സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊക്കെയും സ്വകാര്യ വെളിപാടുകളാണ്. പക്ഷേ ആ വെളിപാടുകളൊന്നും ഈശോയിലൂടെ കിട്ടിയ വെളിപാടിനേക്കാളും പ്രാധാന്യമുള്ളതോ അതിനകത്ത് പുതിയതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളതോ ആയ വെളിപാടുകളല്ല എന്ന് നിങ്ങൾ ആത്യന്തികമായി മനസ്സിലാക്കുക. ഈ 3 വസ്തുതകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ വലിയ ചിന്തകരും യുവജനങ്ങളുമാണ്. യുവജനങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും പറയുന്ന അതേപടി വിഴുങ്ങുന്ന സ്വഭാവം ഒട്ടുമില്ല. ഉണ്ടോ സുനിലേ? ഇല്ല. യുവജനങ്ങൾ സാധാരണഗതിയിൽ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അതൊരു ദോഷമല്ല. യുവജനങ്ങൾ കേൾക്കാത്തതിൻ്റെ കാരണം അവന് ബോധ്യം വന്നാൽ മാത്രമേ അവനത് അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ യുവജനങ്ങളുടെ മുമ്പിൽ സഭയുടെ ഈ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്. നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബോധ്യം വന്നതിന് തുല്യമാണ്. കാരണം യൗവനം ഏറ്റവും ചോദ്യം ചെയ്യുന്ന കാലമാണ്. ആ ചോദ്യം ചെയ്യുന്ന കാലത്ത് ഈ മതബോധന ഗ്രന്ഥത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഇനിയുള്ള സമയം നിങ്ങളുടേതാണ്. അത് ഏത് രീതിയിൽ ചോദ്യങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം, കണ്ടെത്താം, പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ രൂപപ്പെടുത്താം. എല്ലാവരും വളരെ ഗൗരവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംശയങ്ങൾ ചോദിക്കാൻ എല്ലാവരും തയ്യാറല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാമ്പ്ളാനീച്ചനുണ്ട്. പാമ്പ്ളാനീച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സൃഷ്ടികളിലൂടെയും ആദി മാതാപിതാക്കളുടെയും ദൈവം വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ. ഈ 2 വെളിപ്പെടുത്തലുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സനീഷ് ചോദിച്ച ചോദ്യം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളും മാറ്റമില്ലാത്തതാണ്. പക്ഷെ മാറ്റിയത് ആരാണ്? മനുഷ്യനാണ് മാറ്റിയത്. പാപം ചെയ്തപ്പോൾ പദ്ധതി മാറിപ്പോയി, ഒരു തടസ്സം ഉണ്ടായി. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമായിരുന്നു, വഴിക്ക് വണ്ടി ഒരു തെങ്ങിനിട്ട് കയറി ഇടിച്ചു. എല്ലാ പദ്ധതിയും മാറ്റി. വണ്ടി തകർന്നു പോയി, ആ വണ്ടിയെ പോകത്തില്ല, പോണേ വേറെ വണ്ടി കണ്ടുപിടിക്കണം. ഇനി ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് മറ്റൊരു തടസ്സം, സന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കി. അതുണ്ടാക്കിയത് മനുഷ്യനാണ്. ദൈവം സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി നടത്തിയ ഒരു വലിയ വെളിപ്പെടുത്തലായിരുന്നു സൃഷ്ടി എന്ന് പറയും. അതിനെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ തടസ്സപ്പെടുത്തിയപ്പോൾ ദൈവിക പദ്ധതി മാറ്റം വന്നു. ആ മാറ്റമാണ്, നാശമായിട്ടല്ല ദൈവം ആ മാറ്റത്തെ രൂപപ്പെടുത്തുന്നത്, മറിച്ച് ദൈവം ആ മാറ്റത്തെ എന്താക്കി മാറ്റി? രക്ഷയുടെ വാഗ്ദാനമാക്കി മാറ്റി. തീർച്ചയായും അത് ആദത്തിനോ ഹവ്വായിക്കോ ആ രക്ഷയിൽ അന്നേരം പങ്കാളിയാൻ പറ്റിയില്ല. പക്ഷേ അവരിലൂടെ മനുഷ്യകുലം മുഴുവനും ആദത്തിലും ഹവ്വായിലും സന്നിഹിതമായിരുന്നു, ഇല്ലേ?
ആദി മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ പാപം മനുഷ്യകുലത്തിൻ്റെ പാപമായി തീരുക എന്ന് ചോദിച്ചാൽ, സൃഷ്ടിക്കപ്പെട്ട ആദി മാതാപിതാക്കളിൽ സർവ മനുഷ്യരും സന്നിഹിതരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യരും ആദത്തിലും ഹൗവായിലും സന്നിഹിതരായിരുന്നു. അതുകൊണ്ട് ആദത്തിൻ്റെ പാപം എന്തായി തീർന്നു? എല്ലാ മനുഷ്യരുടെയും പാപമായി തീർന്നു. കാരണം മനുഷ്യ പ്രകൃതിയിലാണ് പാപം സംഭവിച്ചത്. അതിന് ദൈവം പരിഹാരം തൻ്റെ പുത്രനിലൂടെ ചെയ്തപ്പോൾ മനുഷ്യകുലത്തിന് അല്ലെ മനുഷ്യപ്രകൃതിക്ക് ആ രക്ഷ തിരികെ കിട്ടി. അപ്പോൾ തീർച്ചയായും അതിലാർക്കും പങ്കാളിത്തം ലഭിച്ചു? ആദത്തിനും ഹൗവായിക്കും പങ്കാളിത്തം ലഭിച്ചു. അതുകൊണ്ട് മാറ്റമുണ്ടാക്കിയത് ദൈവമല്ല എന്നും രക്ഷ ആദത്തിനും ഹൗവായിക്കും കിട്ടിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവരും പങ്കാളികളായി. പിൽക്കാലത്ത് അനേകം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ ആ രക്ഷയിൽ അവരും പങ്കാളികളായിരുന്നു എന്ന് തന്നെയാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. മനുഷ്യകുലം മുഴുവനും ആദ്യ മാതാപിതാക്കന്മാർ പ്രതിദാനം ചെയ്യുന്നതല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ആദ്യ മാതാപിതാക്കന്മാർ മനുഷ്യകുലത്തെ പ്രതിദാനം ചെയ്യുന്നത് കൊണ്ട് ആ രക്ഷയുടെ അനുഭവവും സ്നേഹവും നമുക്കും ലഭിക്കുന്നു. അതിലൂടെ കിട്ടിയ പാപങ്ങൾ മനുഷ്യകുലത്തിനും പേറേണ്ടി വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ മാതാപിതാക്കളുടെ സന്താന പരമ്പരയിലുള്ളതാണല്ലോ കായേലും ആബേലും. കായേൽ ആബേലിനെ കൊന്നു. കായേലിന് ഭാര്യമാരുണ്ടെന്ന് ദൈവജനം പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ജോബിൻ ചോദിച്ചത് പല യുവജനങ്ങളും ചോദിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ്. ഈ അവന് ഭാര്യ എവിടെ നിന്ന് കിട്ടി? ഇല്ലേ? ആദ്യം ദൈവം ആദത്തെയും ഹൗവായെയും സൃഷ്ടിച്ചു. അവർക്ക് 2 പിള്ളേരുണ്ടായ കഥ നമുക്കറിയാം. അതാരൊക്കെയാ? കായേനും ആബേലുമാണ്. ഈ കായേനും ആബേലും അതിലൊരാൾ കൊല്ലപ്പെട്ടു. ആരാ? ആബേൽ കൊല്ലപ്പെട്ടു, സംശയമില്ലല്ലോ. പിന്നെ ശേഷിക്കുന്ന ഒരേ ഒരു പുത്രനേ ഉള്ളൂ. ഇവന് എവിടുന്ന് ഭാര്യയെ കിട്ടി? ഇതാണ് ന്യായമായ ചോദ്യം. ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുന്ന ആർക്കും തോന്നാവുന്നൊരു സംശയം തന്നെയാണ്. പക്ഷേ നിങ്ങൾ 4-ാം അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു. ഞാൻ 25-ാം വാക്യമാണ് വായിക്കുന്നത്, 4-ാം അധ്യായം. അവളൊരു പുത്രനെ പ്രസവിച്ചു, സേത്ത് എന്ന് അവന് പേരിട്ടു എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? സേത്ത് എന്ന് അവന് പേരിട്ടു. തുടർന്ന് പറയുകയാണ്, ആദത്തിന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം വേറെ പിള്ളേരുണ്ടായിരുന്നു എന്ന് അർത്ഥമുണ്ട്, ഇല്ലേ? ഈ കായേൻ്റെ ഭാര്യ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകിൽ എന്താണ് സമ്മതിക്കേണ്ടത്? ആദത്തിന് ഹൗവായിൽ ജനിച്ച പെൺമക്കളിൽ ആരെയോ കായേൻ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഇന്ന് നമ്മുടെ സാമൂഹിക ചുറ്റുപാട് നോക്കുമ്പോൾ അതൊരു മോശം പരിപാടിയായിട്ട് തോന്നും, അല്ലേ? സഹോദരൻ സഹോദരിയെ വിവാഹം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മ്ലേച്ഛകർമ്മമായിട്ട് നമ്മൾ കരുതുള്ളൂ. പക്ഷേ ആരംഭകാലത്ത് യഹൂദരുടെ ഇടയിൽ അപ്രകാരമുള്ള വിവാഹക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും പല ഗോത്രവിഭാഗങ്ങളിലും ആഫ്രിക്കൻ ഗോത്രങ്ങളിലും അത്തരത്തിലുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഈ വചനത്തെ മനസ്സിലാക്കിയാലും തെറ്റില്ല. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. അതിന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അബ്രാഹത്തിൻ്റെ കാലം പോലും അതുണ്ടായിരുന്നു. അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറ അബ്രാഹത്തിൻ്റെ അർത്ഥ സഹോദരിയാണ്. അബ്രാഹത്തിൻ്റെ പിതാവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണ് ആര്? സാറ. അതുകൊണ്ടാണ് അബ്രാഹം ചെന്ന് നുണ പറഞ്ഞെന്ന് തോന്നുന്ന വിധത്തിൽ ഇതാരാ? എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. ഭാര്യയുമാണ്, അതുപോലെ സഹോദരിയുമാണത്. വാസ്തവത്തിൽ അതുകൊണ്ട് ഈ രീതിയിലാണത് വിവാഹം നടന്നത് എന്ന് ഒരു വിധത്തിൽ മനസ്സിലാക്കാം. എല്ലാ മനുഷ്യരും ഈ ആദത്തിൻ്റെയും ഹൗവായുടെയും മക്കളാണ് എന്ന് ചിന്തിച്ചാൽ കായേൻ വിവാഹം ചെയ്തത് ആരെയാണ്? സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്തു എന്ന് പറയാം. എന്നാൽ നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ഈ കായേൻ പറയുന്ന വേറൊരു വർത്തമാനമുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞ കായേൻ പറയുന്നത് എന്നാ? എൻ്റെ ദൈവമേ, ഇനി കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ വരുവേ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? വേറെ മനുഷ്യർ ആ നാട്ടിലുണ്ടെന്നാണ്, ഇല്ലേ? 5-ാം അധ്യായം എത്തുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തുകൽ പണിക്കാർ
ചെമ്പ് പണിക്കാർ തുടങ്ങിയ വിവിധ വിഭാഗം മനുഷ്യരെക്കുറിച്ച് ഇവിടെ പരാമർശമുണ്ട്. അപ്പോൾ അതിനെയാണ് മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് മനുഷ്യകുലത്തിൻ്റെ ഉത്ഭവത്തെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഏക മാതാപിതാക്കളിൽ നിന്ന് ദൈവം എല്ലാ മനുഷ്യരുടെയും സൃഷ്ടി നടത്തി. മറ്റൊന്ന്, ദൈവം പല സ്ഥലങ്ങളിൽ ഒരേ കാലത്ത് സമാന രീതിയിൽ മാതാപിതാക്കൾക്ക് ജന്മം നൽകി. അവരിലൂടെ മനുഷ്യകുലം രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം. അതിനെയാണ് പോളിജെനിസം അഥവാ ബഹുജനനവാദം എന്ന് പറയുന്ന ഒരാശയമുണ്ട്. ഇതിൽ സഭ പൊതുവെ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതുമായ വാദം ഏകജനനവാദം എന്ന് പറഞ്ഞാൽ ഒരേ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ജനിച്ചു എന്ന് പറയുന്ന വാദമാണ്. ആ വാദമനുസരിച്ച് കായൻ വിവാഹം ചെയ്ത ആരെയാണ്? സഹോദരിയെ വിവാഹം ചെയ്തു. ഇനി ബൈബിളിൽ ഈ പറയുന്ന വസ്തുതകൾ മറ്റ് മനുഷ്യരുടെ സാന്നിധ്യം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് കായൻ്റെ കഥ എഴുതപ്പെടുന്നത് എന്ന് നമ്മൾ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നതിനാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റ് മനുഷ്യർ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ഈ ചെമ്പ് പണിക്കാരുടെ, തുകൽ പണിക്കാരുടെ ഗോത്രങ്ങളുണ്ടായിരുന്നു. അപ്രകാരമുണ്ടായിരുന്ന വ്യക്തികളിൽ ആരുടെയെങ്കിലും മക്കളെ ആയിരിക്കാം കായൻ ഭാര്യയായി സ്വീകരിച്ചത് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ നമ്മൾ ബഹുജനനവാദം അഥവാ പോളിജെനിസം അംഗീകരിക്കുന്നതിന് തുല്യമായിത്തീരും. ഈ രണ്ടർത്ഥത്തിൽ കായൻ്റെ ഭാര്യ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കും. ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ട അച്ഛ, സമയം പൂർത്തിയായതായി തോന്നുന്നു. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇതേ വിഷയത്തിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ചകൾ തുടരുന്നതാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.